അത്തദ്രീബാത്തു പരിശീലനങ്ങളാണ്. ഇനി നഖറഉ നമുക്ക് വായിക്കാം. അവിടെ കണ്ടോ, ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ടിൽ അതിനകത്ത് ഹു എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് വരകൾ മറ്റു ചില വാക്കുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് വേണം വായിക്കാൻ. അതൊന്ന് വായിച്ചു തരാം. ഒന്നാമത്തത് ബൈത്തുഹു, കലമുഹു, കിതാബുഹു, റിജ്ലുഹു, ലിസാനുഹു, മദ്രസത്തുഹു. ഇതിൻ്റെ അർത്ഥം കിട്ടണ്ടേ? നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഇത് അവൻ്റെ വാച്ചാണെന്നൊക്കെ പറയാറില്ലേ? ഇപ്പോൾ അവൻ്റെ എന്നുള്ളതിന് അറബിയിൽ നമ്മൾ ചെയ്യാറുള്ളത്, ഇപ്പോൾ അവൻ്റെ വീടാണെങ്കിൽ ബൈത്തു ഹു എന്ന് കൂട്ടിക്കൊടുക്കും, അവസാനത്തിൽ ഒരു ഹ കൂട്ടിക്കൊടുക്കും. അതായത് ഹുവ അവൻ, നമ്മൾ നേരത്തെ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരു പദമാണ് ഹു എന്നുള്ളത്. നോക്കാം നമുക്ക്. ബൈത്തുഹു അവൻ്റെ വീട്, ശരിക്കും ശ്രദ്ധിക്കണേ അർത്ഥം. കലമുഹു അവൻ്റെ പേന, കിതാബുഹു അവൻ്റെ പുസ്തകം, റിജ്ലുഹു അവൻ്റെ കാല്, ലിസാനുഹു അവൻ്റെ നാവ്, മദ്രസത്തുഹു അവൻ്റെ മദ്രസ. അവിടെ നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ എന്നർത്ഥം വെച്ചത്, അതൊരു അധ്യാപകനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ അദ്ദേഹം എന്ന് ഉപയോഗിച്ചത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൽവുഹു എന്തൊക്കെ അർത്ഥം? അവൻ്റെ ബക്കറ്റ് അല്ലേ? അതേപോലെ തന്നെ ജവ്വാലുഹു എന്തൊക്കെ അർത്ഥം? അവൻ്റെ മൊബൈല് അല്ലേ? മാഷാ അല്ലാഹ്. ഐനുഹു എന്തേക്കാരം? അവൻ്റെ കണ്ണ് അല്ലേ? അപ്പോൾ അവൻ്റെ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹു എന്നുപയോഗിച്ചു. അതായത് നേരത്തെ ഹുവ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത്. ഇനി അവളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തുപയോഗിക്കും? അതാണ് ഇനി അടുത്തതിലുള്ളത്. ഹഖീബത്തുഹ അവളുടെ ബാഗ്, ഉമ്മുഹ അവളുടെ ഉമ്മ, യദുഹ അവളുടെ കൈ, റഅ്സുഹ അവളുടെ തല, ഉസ്താദുഹ അവളുടെ ഉസ്താദ്, സ്വദീഖത്തുഹ അവളുടെ കൂട്ടുകാരി. അപ്പോൾ ഇവിടെ ഹ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ എന്നർത്ഥം കിട്ടി. ഇനി നമ്മൾ മുകളിലേക്ക് ഒന്നുകൂടെ പോവാ. അവിടെ ഹ എന്ന് കൊടുത്താൽ എന്തായിരിക്കും അർത്ഥം? കലമുഹ അവളുടെ പേന, കിതാബുഹ അവളുടെ കിതാബ്, റിജ്ലുഹ അവളുടെ കാല്, ലിസാനുഹ അവളുടെ നാവ്. അങ്ങനെ വരും അല്ലേ? താഴത്ത് ഹു കൊടുത്താലോ? ഹഖീബത്തുഹു അവൻ്റെ ബാഗ്, ഉമ്മുഹു അവൻ്റെ ഉമ്മ, യദുഹു അവൻ്റെ കൈ, റഅ്സുഹു അവൻ്റെ തല. മനസ്സിലായല്ലോ? അപ്പോൾ ഹു എന്നുള്ളത് അവൻ്റെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, അവസാനത്തിലെ ഹ എന്നുള്ളത് അവളുടെ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് മറിക്കാം.